ഗൂഗിൾ പേ നമുക്ക് നൽകുന്ന QR കോഡ് സ്കാനറിൻ്റെ ബോക്സിനകത്ത് ഒരു വലിയ QR കോഡ് സ്കാനറും അതിൻ്റെ ഒരു മിനി വേർഷനും അതുപോലെ തന്നെ ചെറിയ 2 QR സ്റ്റിക്കറുകളും അതുപോലെ QR ആക്സെപ്റ്റഡ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റിക്കറുകളും അടങ്ങിയ ഒരു കിറ്റാണ് നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അത് എത്തുന്നതായിരിക്കും. ഇനി ഒരാൾക്ക് ബിസിനസ് ഇല്ല എങ്കിൽ QR കോഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും നിങ്ങൾക്ക് ഗൂഗിൾ പേ ബിസിനസ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയും അതിലാവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ വീടുകളിൽ QR കോഡ് സ്കാനർ അവർ അയക്കുന്നതായിരിക്കും. ഇതിന് യാതൊരുവിധ ചെലവുകളുമില്ല എന്നുള്ളതാണ്. കൊറിയർ സർവീസിൻ്റെ ചാർജുകളോ അല്ലെങ്കിൽ QR കോഡ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു എക്സ്പെൻസുകളോ ഒന്നും ഇതിന് വരുന്നില്ല എന്നാണ്. ഇത് തികച്ചും സൗജന്യമായ ഒരു സംവിധാനമാണ്. തീർച്ചയായും ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ബിസിനസ് ഇല്ലാത്ത ആളുകൾക്കും ഇത്തരത്തിൽ QR കോഡ് ലഭിക്കണമെങ്കിൽ ഇതിന് നിങ്ങൾക്കൊരു പാൻ കാർഡ് ആവശ്യമുണ്ട്. പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും മറ്റു വിവരങ്ങൾ നൽകുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു QR കോഡ് സ്കാനർ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് നമുക്കെങ്ങനെ സൗജന്യമായിട്ട് ലഭിക്കും എന്നത് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഇത്തരം വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആദ്യം ഇതിനകത്ത് എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ പാക്കിങ്ങിൽ നമ്മുടെ അഡ്രസ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റിക്കർ കാണാം. നമ്മൾ ഏതൊരു അഡ്രസ്സാണോ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ചത് ആ അഡ്രസ്സിൻ്റെ നെയിം ലേബൽ വെച്ചിട്ട് അവരയക്കുന്നതാണ്. ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. കടകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ QR കോഡ് വെച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ചാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് കേടുവരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് തികച്ചും സൗജന്യമായിട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ പാക്കിങ്ങിലുള്ള ഒരു ബോർഡായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഗൂഗിൾ പേ ആക്സെപ്റ്റഡ് ഹിയർ. നമ്മൾ പല ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലായിരിക്കാം. ഇനി ബിസിനസ് ചെയ്യാത്ത ആളുകൾക്ക് പോലും ഇങ്ങനൊരു QR കോഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഗൂഗിൾ പേ ആക്സെപ്റ്റഡ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 സ്റ്റിക്കറുകൾ ലഭിക്കും. കടകളിലും മറ്റും നമുക്ക് ഒട്ടിക്കാവുന്ന രൂപത്തിലുള്ള 2 സ്റ്റിക്കറുകൾ ഇതിൻ്റെ കൂടെ സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. ഇതിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ കയ്യിൽ ഈ ബോർഡുള്ളതുപോലെ തന്നെ ഇതിൻ്റെ അതേ QR ആഡ് ചെയ്ത സ്റ്റിക്കറും അവൈലബിൾ ആണ്. അതും ഇതുപോലെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ കൂടെ ചെറിയ ഒരു QR സ്കാനർ കൂടെ അവർ അയച്ചിട്ടുണ്ട്. വലിയ QR സ്കാനറിൻ്റെ താഴെ വെക്കാനുള്ള ചെറിയ ഒരു ഹോൾഡിംഗ് സ്റ്റാൻഡ് കൂടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ വലിയ ബോർഡിന് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഒരു ബേസ്മെൻറ്റും ഇതിൻ്റെ കൂടെ അവർ അയക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പേ ബിസിനസ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചതുകൊണ്ടാണ്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ആയിരിക്കും കാണുക. ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനവും കാണാൻ സാധിക്കും. നമ്മുടെ നിലവിലെ ഓർഡർ പ്രോസസ്സ് എത്രത്തോളമായി എന്നറിയാൻ സാധിക്കും. ഓർഡർ ചെയ്യുന്ന ആൾ ഓണർ ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. സ്ഥാപനത്തിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ബിസിനസ് ഓണറുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ശേഷം ഇതിലെ ആദ്യ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇനി നിങ്ങളുടെ സ്ഥാപനം ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് കൊടുക്കുക. ഗ്രോസറി ആണെങ്കിൽ ആദ്യത്തേത് നൽകുക. നിങ്ങളുടെ ഹോട്ടലുകളോ മറ്റു ഫുഡ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളോ മറ്റോ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. ഈ രൂപത്തിൽ ഏത് കാറ്റഗറിയാണ് എന്ന് ഇവിടെ നൽകുക. ശേഷം അതിലെ സബ് കാറ്റഗറി നൽകുക. ഗ്രോസറി ആണ് നൽകിയത് എങ്കിൽ അതിനകത്ത് സബ് കാറ്റഗറി ഒരുപാട് വന്നിട്ടുണ്ടാവും. അതിൽ ഒന്ന് ചൂസ് ചെയ്യുക. ഇനി ലൊക്കേഷനും നിങ്ങളുടെ അഡ്രസ്സും മറ്റു വിവരങ്ങളും നൽകിയാൽ ഈ പ്രോസസ്സ് പൂർത്തിയായി. പാൻ കാർഡ് ഫോട്ടോ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായി പാൻ കാർഡ് നമ്പർ താഴെ വരുന്നതാണ്. ഇനി അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കണ്ടിന്യൂ അടിക്കുക.